ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് ഒരു പരിപ്പ് മത്തങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 200 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3/4 ഗ്ലാസ് പരിപ്പ്, ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 ഡ്രൈഡ് ചില്ലീസ്, 4 കാന്താരി മുളക്, കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ 2 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഈ സ്പൂണിനാണ് 2 സ്പൂൺ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 സ്പൂൺ ജീരകം. മൂന്ന് സ്പൂൺ കോക്കനട്ട് ഓയിലും. ഇനി പരിപ്പ് കുക്കറിലിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകാം. മത്തങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് പരിപ്പിലേക്ക് ഒഴിക്കാം. ഇനി മത്തങ്ങ കഷ്ണങ്ങളൊക്കെ അതിനോട് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിരിക്കുന്നത് അതിനോട് ചേർക്കാം. എടുത്തിട്ടുള്ള ജീരകത്തിൻ്റെ പകുതിയും പിന്നെ ആ 4 കാന്താരി മുളകും അതിനോട് ചേർക്കാം. ഇനി കുക്കറിൽ 3 വിസിലടിക്കുന്നവരെ അവയൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങയുടെ കൂടെ കറിവേപ്പിലയും ജീരകവും ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ. അപ്പോൾ കുക്കറിൽ 3 വിസിലിന് ശേഷം ആ പരിപ്പൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ തേങ്ങ അരച്ചിരിക്കുന്നത് അതിനോട് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്കുള്ള വറവ് തയ്യാറാക്കാം. അപ്പോൾ പാത്രത്തിൽ ആ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. അതിനോടുകൂടി ആ വറ്റൽ മുളക് 2 എണ്ണം കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഇനി ആ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തങ്ങ തേങ്ങ അരച്ച പരിപ്പ് കറി റെഡി. ഇനി അത് ഒന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. സീ യു.